ഹായ് ഗേസ്, അപ്പോൾ ചാലക്കുടിയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു അക്വേറിയത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു അക്വേറിയം ഷോപ്പിൻ്റെ സ്പോട്ട് വരുന്ന ആനമല ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോകുന്ന ഒരു പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ബേബി ഹഗ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് നിങ്ങൾക്ക് കാണാം. അതിനോട് ചേർന്ന് തന്നെ കുറച്ചങ്ങ് ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് കാണാൻ സാധിക്കേണ്ട. അപ്പോൾ ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അക്വേറിയം ഷോപ്പ് എന്ന് തന്നെ പറയാം. കാരണം അത്രയും വിപുലമായ അക്വേറിയം ഫിഷസിൻ്റെ കളക്ഷൻ, അതുപോലെ സ്നെയിൽസ്, വാട്ടർ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഷോപ്പിലേക്ക് വന്ന് ഈ ഒരു ഷോപ്പ് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ പേഴ്സണലായിട്ട് പറയുന്നത്. കാരണം പേഴ്സണലായിട്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണ്, അത്രയും രസകരമായൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത് ബെറ്റ പാരഡൈസ് എന്നാണ്. ആളുടെ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ചേർക്കാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആൾ വിളിച്ച് എല്ലാം സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു അക്വേറിയത്തിൻ്റെ ആ ഒരു പെർഫെക്ഷനാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടാണ് ആ ഒരു അക്വേറിയം സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കാണുന്ന ഫിഷുകളെ നമ്മൾ പേരെടുത്ത് എല്ലാത്തിനെയും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാത്തിനെയും ഒന്ന് പരിചയപ്പെട്ട് പോകാമെന്ന് മാത്രം. ടെട്രാസാണ്, അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ടെട്രാസാണ്. കളറേഷനൊക്കെ നല്ല അടിപൊളിയാണ്. വേറെ ഒന്നും നമുക്ക് പറയാനില്ല. കാണുമ്പോൾ തന്നെ ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ ഇതായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ആ ഒരു ഫിഷിനെ കണ്ടാൽ അറിയാൻ സാധിക്കും. കാരണം നമ്മൾ സാധാരണ അക്വേറിയം ഷോപ്പിലേക്ക് പോകുമ്പോൾ ഒരുമാതിരി എന്താ പറയുക, ഡെഡാവാറായി കിടക്കുന്ന ആ ഒരു എയറേഷൻ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതേപോലത്തെ അല്ല, നല്ല ഹെൽത്തി ഫിഷസാണ്. അതേപോലെ ഈ കാണുന്നത് ഒരു അക്വേറിയം ഫിഷാണ്. അക്വേറിയം ഫിഷ് നമ്മൾ പ്ലാന്റ് ടാങ്കിലൊക്കെ ഇടാൻ പറ്റിയൊരു ഫിഷാണ്. നല്ല നല്ല കാർപ്പാണ്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫിഷസാണ് കേട്ടോ. ഇതിൻ്റെ വേറൊരു ബാച്ചും ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതും ഒരു പ്ലാന്റ് ടാങ്കിലേക്ക് ഇടാൻ പറ്റിയ അടിപൊളി ഫിഷാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ സാധിക്കും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും, ആ ഒരു കളറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ നിന്ന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ടാങ്കും പ്ലാന്റ് ടാങ്കായിട്ടാണ് സെറ്റ് ചെയ്തത്. സാധാരണ ഒരു അക്വേറിയത്തിലും ഈ രീതിയിലുള്ള ഒന്നും കാണാൻ സാധിക്കില്ല. കാരണം ഏതൊരു അക്വേറിയം ഷോപ്പ് എടുത്താലും അവർ ഫിഷസിനെ മാത്രം പിന്നെ ഒരു ഫിൽട്രേഷനും കാര്യങ്ങളും മാത്രം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ്. എല്ലാ ടാങ്കും ആ ഒരു ഫിഷിന് അനുയോജിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഒരു എല്ലാ ടാങ്കിലും ആൾ ഒരു പ്ലാന്റ് ടാങ്കാക്കി മാറ്റാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ ഗോൾഡ് ഫിഷൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവിലും നല്ല ക്വാളിറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷസിനെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫിഷിനെ കണ്ടാൽ അറിയാം എത്രത്തോളം ഹെൽത്ത് ഉണ്ട്. അതേപോലെ ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒരൊന്നിനെ പോലും കാണാനില്ല. കാരണം ഒക്കെ അടിയിലാണ്. അപ്പോൾ ആ ഒരു വാട്ടർ ക്വാളിറ്റി, ആ ഒരു കെയറിങ് കാര്യങ്ങളൊക്കെ അത്ര വിസിബിളായിട്ട് കാണാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ ഒരു ഫിഷസൊക്കെയും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെയും ലോച്ചസ്, അതേപോലെ തന്നെ സക്കര, ആ ഒരു ഇതിൽ കിടന്ന ഫിഷസാണ് കേട്ടോ. ഇതിനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതേപോലെ തന്നെ കുറേ ഫിഷസിന് ഈ ഒരു ടാങ്ക് മൊത്തം പ്ലാന്റ് ടാങ്കാണ് കേട്ടോ. അതിൽ ഗ്രാവലൊക്കെ സെറ്റ് ചെയ്തിട്ട് അതേപോലെ തന്നെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ടാങ്കാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതും കാർപ്പിൻ്റെ ഒരു വെറൈറ്റീസാണ്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ഫിഷസ് ഉണ്ട്. ആ പാച്ചസും ആ ഒരു കളറേഷനും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം അത്രയും ഒരു പെർഫെക്റ്റ് ലൈനേജിൽ വിടുന്ന ഒരു കാർപ്പ്. കോഴിക്കാർപ്പാണ്, പക്ഷേ പറഞ്ഞ മാതിരി ഇന്ത്യൻ കോഴിക്കാർപ്പാണ് കേട്ടോ, ജാപ്പനീസ് അല്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് പ്ലാറ്റീസും മോളീസും ഒക്കെ ഇത് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല കണ്ടീഷൻ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് പറയില്ലേ, അത്രയും ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഒരു ടാങ്ക് പോലും അഴുക്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത്രയും സൂപ്പറായിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തത്. ഈ കാണുന്നത് ഫോക്സ് സ്റ്റൈലാണ് കേട്ടോ. ഇതൊക്കെയും അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ ആളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയും ആൾ എത്ര റേറ്റ് കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ടോ. അപ്പോൾ ഇതേപോലെ ഒരുവിധം എല്ലാ ഫിഷസും ഇവിടെ കിട്ടും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഷാർക്കാണ്. ഇതും അത്യാവശ്യം റേറ്റ് കുറവിലാണ് കേട്ടോ. ഇത് ഗൗരയാണ്, ബ്ലൂ ഗൗരയാണ്.
അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫിഷാണ്. ആ ഒരു കളറേഷനും പാറ്റേണും ആ വാലിലെ ഡോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ഫോക്സ് സ്റ്റൈലാണ്. അതൊക്കെ ആവശ്യം പോലെ ഇവിടെ സെയിലിനുണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് അവിടെ പോയി കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ക്വാണ്ടിറ്റി ആൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ ഈ ഗൗരാനയ്ക്ക് നമുക്ക് എന്താ പറയുക, നമുക്കിങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു പോയി അതിൻ്റെ ആ ഒരു കളറേഷനും കാര്യങ്ങളും പാറ്റേണും കാര്യങ്ങളൊക്കെ അത്രയും ഒരു സൂപ്പറായ ഒരു ഫിഷാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ഷോപ്പിൽ പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കുക. ഫിഷിനെ വാങ്ങിക്കാൻ വേണ്ടി പോകണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് എന്തായാലും ഒരു ഫിഷിനെങ്കിലും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. അപ്പോൾ അത്രയും ഒരു പെർഫെക്റ്റ് അക്വേറിയം തന്നെയാണ് കേട്ടോ. ഇതേപോലെ ഈ ഒരു അരോണയ്ക്ക് എല്ലാ തരത്തിലുള്ള ചിപ്പും കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി അരോണയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയും ആ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഷോപ്പിൽ അപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ അവൈലബിൾ അല്ലാതെ ഏതെങ്കിലും ഒരു ഫിഷ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഏത് ഫിഷാണ് വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ആ ഒരു ഫിഷിനെ ആളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എവിടെയാണെങ്കിലും ആളത് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് തരും. അത് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ പല തരത്തിലും പല ഷോപ്പുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിന്നൊന്നും കിട്ടാത്ത തരത്തിലുള്ള ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു അക്വേറിയം ഷോപ്പിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അക്വേറിയം കണ്ടില്ലേ, അപ്പോൾ ഫുള്ള് ആ ഒരു ഗ്രീനറിയാണ്. പ്ലാന്റ്സൊക്കെ സെറ്റാക്കിയിട്ട് അത്രയും ഗ്രീനറി ആയിട്ടുള്ള ഒരു അക്വേറിയം ഷോപ്പാണ് കേട്ടോ അത്. അതേപോലെ തന്നെ ജാവ മൂസ്, ക്രിസ്മസ് മൂസ്, അതേപോലെ തന്നെ ഒരു മാതിരിപ്പെട്ട എല്ലാ തരത്തിലുള്ള അക്വേറിയം പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ആമസോൺ സോഡ് പ്ലാന്റ്, പിന്നെ കുറേ ഉണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെ പേര് അറിയില്ല, അത് കാരണമാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയാത്തത്. ഒരുമാതിരിപ്പെട്ട എല്ലാ പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇല്ലാത്ത പ്ലാന്റ്സ് ആണെങ്കിലും ആളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏഞ്ചൽസ് ആണ് കേട്ടോ. ഇതൊക്കെ ഫുൾ പ്ലാന്റ് ടാങ്കിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അതേപോലെ തന്നെ ഗപ്പീസും ധാരാളം ഇവിടെ ഉണ്ട് കേട്ടോ. ഗപ്പീസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം അടിയിൽ ഫുള്ള് സാൻഡല്ല, മണ്ണാണ് ഇട്ടേക്കുന്നത്. മണ്ണും ചരലും ചേർന്നിട്ടുള്ള ഒരു കോംബോ ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. അത് കാരണം ഫിഷസൊക്കെ നല്ല ഹെൽത്തിയാണ്, നല്ല അടിപൊളിയാണ്. പിന്നെന്താ പറയുക, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്നെയിൽസിൻ്റെ കളക്ഷൻ ഉണ്ട്. അതേപോലെ അസസ്യൻ, അതേപോലെ കുറേ സ്നെയിൽസിൻ്റെ ആപ്പിൾ സ്നെയിൽസ്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ വെറൈറ്റി സ്നെയിൽസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫിഷ് ഉണ്ട്, അതേപോലെ തന്നെ അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ട സോയിൽസ്, ആമസോൺ സോയിൽ, അതേപോലെ തന്നെ എല്ലാവിധ സോയിൽസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഇതാണ്, ആ ഒരു ബെറ്റയുടെ കളക്ഷൻ. അത് തന്നെയാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേരും, ബെറ്റ പാരഡൈസ്, ബെറ്റകളുടെ ഒരു സ്വർഗ്ഗലോകം എന്ന് തന്നെ പറയാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബെറ്റ കളക്ഷൻസ് ഈ ഒരു ഷോപ്പിലുണ്ട്. അപ്പോൾ ആൾ ഒരു ബ്രീഡറും കൂടിയാണ്. അപ്പോൾ ആൾ ബ്രീഡ് ചെയ്ത അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റംസാണ് ഈ ഒരു ഷോപ്പിലുള്ളത്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിങ് പർപ്പസിനായാലും എന്തിനായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ബെറ്റകളുടെ തന്നെ എന്താ പറയുക, മെയിൽ ഫീമെയിലും ഏത് തരത്തിലുള്ള ബെറ്റകളായാലും ഈ ഒരു റാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇത് ഫുള്ളും അങ്ങ് അടി വരെ ഫുള്ള് ബെറ്റകളാണ് കേട്ടോ. ആ ഒരു പേരിനോട് എന്താ പറയുക, നീതി പുലർത്തുന്ന രീതിയിലുള്ള എല്ലാ സെറ്റപ്പും ഈ ഒരു ഷോപ്പിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ആക്സസറീസ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് മെസ്സേജ് ചെയ്ത് അറിയിച്ചോളൂ. ആരൊക്കെ ഇതിൽ വിസിറ്റ് ചെയ്തു, ആരൊക്കെ ചാലക്കുടിക്ക് വരുന്നവരൊക്കെ എന്തായാലും മിസ് ചെയ്യാണ്ട് ഈ ഒരു ഷോപ്പിൽ പോയിക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും നഷ്ടബോധം വരില്ല എന്ന് ഉറപ്പായിട്ട് ഞാൻ പറയാം. അപ്പോൾ പേര് ഞാൻ ഒന്നുകൂടി പറയാം. പേരെന്ന് പറയുന്നത് ബെറ്റ പാരഡൈസ് അക്വേറിയം ഷോപ്പ്. ശരിക്കും പറഞ്ഞൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു അക്വേറിയം ഷോപ്പുണ്ട്. ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ ഒരു ഷോപ്പിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സെറ്റപ്പ്. അത് തന്നെ ഞാൻ പറയുള്ളൂ. ഞാൻ കൂടുതൽ എന്താ പറയുക ഒരു ഹൈപ്പ് കൊടുക്കുന്നില്ല, നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. അത്രയും
അടിപൊളി ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിലെത്താൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. അത്രയും അടിപൊളിയായ കാരണമാണ് ഞാൻ അത്രയും ഒരു രീതിയിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കുന്നത്. അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഫിഷസൊക്കെയും വരും ദിവസങ്ങളിൽ ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാ രീതിയിലുള്ള അക്വേറിയം ഫിഷസും ആക്സസറീസും പിന്നെ സ്റ്റോൺസ് ആയാലും ഡ്രിഫ്റ്റ് വുഡ് ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കംപ്ലീറ്റ് ഒരു അക്വേറിയം ഷോപ്പാണ് ചാലക്കുടിയിലുള്ളത്. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ഷോപ്പ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ രീതിയിലുള്ള അപ്ഡേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു അക്വേറിയം സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ബ്രോനെ വിളിച്ച് സെറ്റ് ചെയ്ത് തന്നെ വേണ്ട രീതിയിലുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ആൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്